എന്നാൽ വിഷത്തിന് വേണ്ടി അമൃതാരം അധികം കഴിക്കാറില്ല. ഏതും അധികമായ അതിൽ നിന്ന് പിന്മാറാത്തതിന് പല കാരണങ്ങളുമുണ്ടാകും. ഇവിടെ ഹാസ്യരൂപത്തിൽ കോണ്ടോൺ ടൈഗേഴ്സ് അവതരിപ്പിക്കുന്ന കോമഡി സ്കിൽ അധികമായാൽ അമൃതം വിഷം. ഇന്നേക്ക് ഇവിടെ വന്നിട്ട് 10 ദിവസം കഴിയുന്നു. ഈ നരകയാതന ഇനി അങ്ങോട്ടും സഹിക്കണമെന്ന് ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല. എന്നെ പോലെ സ്വന്തം കുടുംബത്തിലെ ആളുകളെ ചതികാൻ പറ്റിയ ഒരുപാട് പേരുടെ ഇവിടെ മോചനം, ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതിനെ പോലുള്ള വരും തലമുറയ്ക്ക് വേണ്ടി മദ്യവിമുക്തമായ ഒരു സുപ്രഭാതം കൂടി നേരിടുന്നു. ഡോക്ടറെ, ഒരു കാര്യം ഞാൻ കുടി നിർത്തി. സത്യമായിട്ടും നന്നായി ഡോക്ടറെ, സത്യമായിട്ട് ഞാൻ നന്നായി. ഞാനിനി വീട്ടിൽ പോകണം ഡോക്ടർ. തീർച്ചയായും ഫ്രെഡിക്ക് ഇനി വീട്ടിൽ പോകണം. അതെ, എന്ന് ഞാൻ അറിയിക്കോട്ടെ ഡോക്ടറെ. പിന്നെ ഫ്രെഡി, നമ്മളൊക്കെ ആളുകളല്ലേ, ഇടയ്ക്ക് വന്നൊക്കെ ആകാതെ, മനസ്സിലായോ? അല്ല, അതെനിക്ക് അറിയായിരുന്നു. രണ്ടെണ്ണം അടിക്കാൻ തന്നെയല്ല പ്ലാൻ. ശരി. എടാ ജോർജെ, ഇവിടെ ഒരു 30 ദിവസത്തെ കാര്യം വിട്ടാൽ ഇവിടെ ഇത്തരം കേസുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകളെയൊക്കെ ഞാൻ നന്നാക്കി എടുക്കണ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എടോ, താനിങ്ങനെ കുടിച്ചാൽ തന്റെ കരള് നശിക്കും. എന്റെ കരളാണ് എന്റെ ഭാര്യ. അവളും നശിക്കണം, അവളും നശിക്കണം. എടോ, മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും. എടാ, ഈ പ്രസിലിപ്പൊക്കെ എനിക്ക് കിട്ടിയ എന്താണെന്ന് ഞാൻ മദ്യപിക്കാത്തതാ. ഈ പൈപ്പ് കൊണ്ട് നീ റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഒരു ലോറി അടിച്ചാൽ തീർന്നില്ലടാ എല്ലാം. ഒരു മദ്യപാനി ഒരിക്കലും പണക്കാരനാവില്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് കാണായി വീഞ്ഞല്ലേ കലക്കി കൊടുത്തത്, അല്ലാതെ സ്ക്വാഷ് കലക്കി കൊടുത്തത്. ഞാൻ 4 മണിക്ക് എണീറ്റു, ദൈവത്തിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു, ചൂടുവെള്ളം കുടിച്ചു. ഇന്നാ അടിപൊളി. അപ്പൊ ജ്ഞാനവും ചൂടുവെള്ളവും മാത്രമല്ല, എന്റർടൈൻമെന്റ് ഉണ്ടല്ലേ. ഇവനെ രാവിലെ എണീറ്റ് കഴിയുമ്പോ 2 അടിച്ചില്ലെങ്കിലേ ഇവന്റെ കൈ കുറയ്ക്കും. അപ്പൊ ഞാൻ ഈ വ്രതം കെടുത്താണ്ട് പോകും. അവന്റെ കൈവള നിൽക്കുന്നത് വരെ അവൻ എഴുതാണ്ട് പൊട്ടട്ടെ. ദൈവമേ, ഇത് ചികിത്സ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആസ്വദിക്കേണ്ടി വരിക. കുട്ടിയൊക്കെ നിർത്തിച്ച് കളഞ്ഞല്ലേ കൊച്ചു കള്ളം. ഡോക്ടറെ, ഒരു കാര്യം പറയാം ഡോക്ടറെ. ഇപ്പൊ എന്റെ ആരോഗ്യം വളരെയധികം സുഖപ്പെട്ടു. ഞാൻ അതിലൂടെ നിർത്തി പരിപൂർണമായി എല്ലാം. വെരി ഗുഡ്. എന്നാൽ ഞാൻ വീട്ടിൽ പോകട്ടെ ഡോക്ടറെ. ഇത്രയോട്ട് നീ നന്നായി. എടാ, ആളുകളല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് അടിക്കാം. മനസ്സിരിക്കട്ടെ, അതൊക്കെ വള്ളിപ്പോയി പറയാം. അപ്പൊ ശരിക്കും നിനക്ക് മാനസാന്തരം വന്നു. ഞാൻ ഇനി കുടിക്കത്തില്ല. ഞാൻ കുടിക്കത്തില്ല. എന്നാൽ എന്റെ കുടിമാരി തന്നതിന് ചെലവില്ലേ? അതല്ല വർത്തമാനമാണ്.
തരും. ഒരു ത്രിപ്ലക്സ് അമ്മ വേണ്ടി നമുക്ക് രണ്ടുപേർക്കും പോവാം. കൊള്ളാം. ജോർജ്, ദേ ഇവനെ പിടിച്ചേ. ഇനി കുപ്പിയെടുക്കണം. ഇതാണ് സഹന ചികിത്സാരീതി. മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ചികിത്സയാണ്. ഇതിലൂടെ അവർ സഹനം പഠിക്കണം. ക്യൂവിൽ നിന്നോട്ടോ. കഴിച്ചോളൂ കഴിച്ചോളൂ. ഡോക്ടർ, ഞാൻ 6 മണിക്ക് എണീറ്റു. ദൈവത്തിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു. ചൂടുവെള്ളം എല്ലാം കുടിച്ചു. കഴിച്ചോട്ടെ. കഴിക്കാനില്ല. ഒന്നുമില്ല. ബാക്കിൽ ഉണ്ടാവും. കഴിച്ചോളാം. കഴിച്ചു. ഉറപ്പാണ് ഞാൻ പറഞ്ഞു ഐസ് വേണം. അല്ലെങ്കിൽ വേണ്ട. ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അടിക്കാതെ കുത്തകത്തോമാര് ഇത് ഋതുമണിയ ട്രീറ്റ്മെന്റ്. എനിക്ക് എത്ര വേണം കഴിച്ചോ. അപ്പൊ എടുത്തില്ലെങ്കിൽ സാധനം അടിക്കും. കഴിച്ചോ. ഇത് റിപ്പർ മണിയ. അപ്പൊ ഞാൻ പോയിട്ട് നാളെ വരാം. എന്താ മോനെ, എന്താ പ്രശ്നം നിന്റെ? പോയി പോയി. എന്താ പ്രശ്നം നിന്റെ? അവളിപ്പോ എവിടെയുണ്ട്? അത് ശരി, അവള് നിന്നെ പറ്റിച്ചോണ്ടാണോ നീ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? അതോ? എടാ, നീ പ്രേമിച്ച പെണ്ണിനെ കെട്ടിയോണ്ടാണത്. നീ ഒരു കാര്യം ഓർത്തോ, ഒരു പെണ്ണ് നിന്നെ ഉപേക്ഷിച്ച് പോയാൽ ഒരിക്കലും നീ കരയരുത്. അവളാണ് കരയേണ്ടത്. കാരണം നിനക്ക്